അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഹിജ്റ കലണ്ടറിലെ 8ാമത്തെ മാസമായ ശഅബാന് യുദ്ധം ഹറാമാക്കപ്പെട്ട റജബ് മാസത്തിന്റെയും പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ റമളാൻ മാസത്തിന്റെയും ഇടയിലുള്ള പവിത്രമായ ഒരു മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാൻ മാസം വളരെ അനുഗ്രഹീതമായ ഒരു മാസമാണ്. വേർപെടുന്നത് എന്നാണ് ശഅബാൻ എന്ന വാക്കിന്റെ അർത്ഥം. പുരാതന കാലത്തെ അറബികള് വെള്ളമില്ലാതെ വരൾച്ച കാലഘട്ടത്തില് അവര് വെള്ളം അന്വേഷിച്ച് കുറെ നടന്ന് അങ്ങനെ തമ്മിൽ തല്ലി വേർപിരിഞ്ഞു പോയതാവണം ഈ പേര് ലഭിക്കാൻ കാരണമെന്ന് ചരിത്ര പണ്ഡിതന്മാര് പറയുന്നു. വളരെ പവിത്രമായ ശഅബാൻ മാസം പലപ്പോഴും മുസ്ലിങ്ങള് പവിത്രമായ റജബ് കഴിഞ്ഞാൽ റമളാന്റെ മുന്നോടിയായിട്ടുള്ള ശഅബാന് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. കാരണം ഈ 3 മാസവും അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, റജബും ശഅബാനും റമളാനും വളരെ മഹത്വമേറിയതായ ഒരു മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ആ ദുആയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശഅബാൻ മാസത്തില് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിച്ച ഒരു മാസം കൂടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബുൻ ഷഹ്റുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, വ ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്, വ റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ ഉമ്മത്തിനിക്കുള്ള മാസമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ശഅബാനു ഷഹ്രി എന്നാണ് പറഞ്ഞത്. ശഅബാൻ എന്റെ മാസമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നബിയോട് ചേർത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനെ ചേർത്തി പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷത്തിന് വക നൽകിയ പല കാര്യങ്ങളും ആ മാസത്തിൽ ശഅബാൻ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതിന് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സന്തോഷിപ്പിച്ചെങ്കിൽ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമായിരുന്നു മക്ക എന്ന് പറയുന്ന നാടിനോട്. ആദ്യഘട്ടത്തില് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണല്ലോ നിസ്കരിച്ചിരുന്നത്. ബൈത്തുൽ മുഖദ്ദസിനെ ഖിബിലയാക്കിയിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. ആ ബൈത്തുൽ മുഖദ്ദസിനെ ഖിബില മാറ്റി കഅബയിലേക്ക് ഖിബിലയെ സ്ഥാപിച്ച ഒരു കാര്യം ഉണ്ടായത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹത്തിന്റെ സഫലീകരണമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയോട്, നബിയുടെ ജന്മനാടാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ ജനവാസമുണ്ടായി. അറബികളുടെ എല്ലാ അർത്ഥത്തിലും വേരായത്തപ്പെട്ട ഒരു നാടാണ് മക്ക. ആ മക്കയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ നാട്ടുകാര് തന്നെ പ്രയാസപ്പെടുത്തി നാട് വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുക്കൽ ചെന്ന് ആ മക്കയെ നോക്കിയിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, മാ അത്വയബക മിൻ ബൽദത്തിൻ, മാ അത്വയബകി മിൻ ബൽദത്തിൻ വ അഹബ്ബകി ഇലയ്യ വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സകന്തു ഖൈറകി. എനിക്ക് മക്കയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്നോളം സ്നേഹമുള്ള മറ്റൊരു നാട് എനിക്കില്ല. നിന്നിൽ നിന്നും എൻ്റെ നാട്ടുകാരെ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മക്ക വിട്ട് പോകില്ലായിരുന്നു. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ഒരു സ്ഥലമാണ്, നാടാണ് മക്ക എന്നുള്ളത്. ആ മക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഖിബില കഅബയിലേക്ക് മാറ്റി സ്ഥാപിച്ച ഒരു മാസമാണ് ശഅബാൻ എന്നുള്ളത്. അവിടുന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കും. കാരണം കഅബത്തിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിനെ ഖിബിലയാക്കി നിസ്കരിക്കുന്ന സമയത്ത്
കഅബത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് തിരിഞ്ഞാൽ, വടക്ക് ഭാഗത്താണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. ആ വടക്കോട്ട് തിരിയുന്ന സമയത്ത് അവിടെ നിന്ന് കഅബത്തിനെ പിറകിലാക്കാതെ കഅബത്തിന്റെ തെക്ക് ഭാഗത്ത് പോയി നിൽക്കും. അപ്പോൾ കഅബ മുന്നിലും, അത് കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസ് വടക്ക് ഭാഗത്താവുമ്പോൾ ആ ബൈത്തുൽ മുഖദ്ദസിനെ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ ഒരിക്കലും തന്നെ കഅബ പിറകിലാകില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും മുകളിലേക്ക് നോക്കാറുണ്ടായിരുന്നു പറഞ്ഞു. മദീനയിലെത്തിയ സമയത്ത് മദീനയിലെ കാര്യം നേരെ വിപരീതമാണ്. മദീനയിൽ അങ്ങനെ നിൽക്കാൻ പറ്റൂല. മദീനയിൽ കഅബയിലേക്ക് തിരികുകയാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് പിറകിലാകും, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരികുകയാണെങ്കിൽ കഅബ പിറകിലാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. മക്കയിൽ ചെയ്ത പോലെ മദീനയിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അല്ലാഹു കഅബയിലേക്ക് തന്നെ ഖിബല മാറ്റിയത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ, നബിയെ നിങ്ങളുടെ മുഖം ആകാശത്തേക്ക് ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഖിബലയിലേക്ക് നാം നിങ്ങളെ തിരിച്ചിരിക്കുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങളെ നാം കഅബയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇനി മുതൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഖിബല കഅബയാണ്. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്കും വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാര് അവരോട് എല്ലാ അർത്ഥത്തിലും എതിരായിട്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. ആ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബി നിസ്കരിച്ചിരുന്നത്. ആ സമയത്ത് മദീനയിലെ ജൂതന്മാർ നബിയെ പരിഹസിച്ചു. മുഹമ്മദ് നമ്മളോട് എല്ലാ വിഷയത്തിലും എതിരാണ്, പക്ഷെ നമ്മുടെ ഖിബലയിലേക്കാണ് മുഹമ്മദ് തിരിയുന്നതെന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും അവർ പരിഹസിച്ചിരുന്നു. ഈ പരിഹാസവും അങ്ങനെ കിബില തിരിക്കാൻ, കഅബയിലേക്ക് തിരിക്കാൻ ഒരു കാരണമായി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടമുള്ളത് കഅബയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിയലായിരുന്നു. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖിബല മാറ്റം എന്നുള്ളത് അതുവരെ ലോകത്തിന്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന ബനു ഇസ്രായേൽക്കാർ അന്ന് മുതൽ ഖിബല മാറുന്നതോടുകൂടി ഇനി മുതൽ ലോക നേതൃത്വം മുസ്ലിങ്ങളുടേതാണ് എന്നുള്ള ഒരു പ്രതീകാത്മകമായ പ്രഖ്യാപിക്കൽ കൂടി അതിൽ വരുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് 2 ഖിബലയുടെ ആള് എന്നുള്ളതാണ്. അപ്പോ അത് ആ തൗറാത്തിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു. അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ജൂതന്മാർക്ക് നബിയെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും കഅബയിലേക്ക് കിബില മാറ്റി, മസ്ജിദുൽ ഹറാമിലേക്ക് കിബില മാറ്റിയ ഒരു പരിശുദ്ധമായ മാസമാണ് ശഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല അങ്ങനെ സന്തോഷിപ്പിച്ചു. മറ്റൊരു പ്രത്യേകമായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരായത്ത് തന്നെ അല്ലാഹു തആല ഇറക്കി. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്ന സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിലായിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബിയെ ആദരിച്ചുകൊണ്ട് ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കളോട് പറഞ്ഞു. അത് ആ സമയത്തുള്ളൊരു ആദരവായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളോട് പറയുകയാണ്, എല്ലാ അല്ലാഹുവും മലക്കുകളും നബിക്ക് സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ. അത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ആദരവായിരുന്നു. ആ ആദരവ്
ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത്തരത്തിൽ ഒരു ആദരവ് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ സന്തോഷിപ്പിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. സ്വലാത്ത് വളരെ പുണ്യമുള്ള കാര്യമാണ്. സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ എന്നും പണ്ഡിതന്മാർ പറയാറുണ്ട്. കാരണം സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞ, എങ്ങനെ സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ച ആ ഒരു ആയത്തിറങ്ങിയ ഒരു മാസമായതുകൊണ്ട് സ്വലാത്തിന്റെ മാസമാണ്. അത് മാത്രമല്ല സ്വലാത്തിന്റെ വാർഷികമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ വാർഷികമാണ് റമദാനെങ്കിൽ സ്വലാത്തിന്റെ വാർഷികമാണ് റമദാന്റെ തൊട്ടു മുമ്പുള്ള ശഅബാൻ എന്ന് പറയുന്ന മാസം. അപ്പൊ എപ്പോഴും സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടും. പ്രത്യേകിച്ചും ശഅബാൻ മാസത്തില് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ്. സ്വലാത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മറ്റുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് അതിന്റെ ഗുണം കിട്ടുമോ എന്നുള്ള കാര്യം സംശയത്തിലാണെങ്കിൽ സ്വലാത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, ഇതൊക്കെയാണ് സ്വലാത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നബിയെ അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, നബിയെ നമ്മൾ ചെയ്യുന്ന മദ്ഹ്, അത് അള്ളാഹുവിനക്ക് വളരെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു തആല അപ്പുറത്തേക്കൊന്നും നോക്കാതെ അതിന് കൂലി കൊടുക്കുകയാണ്. മറ്റെല്ലാ ഇബാദത്തുകളും അള്ളാഹു തആല തീർച്ചയായും ഇഖ്ലാസിന്റെ കാര്യം അതിൽ നോക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അവിടുന്ന് പറയുന്നു, മൻ സ്വല്ല അലൈഹി അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ഒരാൾ എനിക്ക് വേണ്ടി എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല അവനിക്ക് 10 ഗുണങ്ങൾ ചെയ്യുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത്. വളരെ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, ഞാൻ നിങ്ങളുടെ മേലില് ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എന്റെ സമയത്തിൽ നിന്നും എത്ര സമയം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കണം? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സമയം നിങ്ങൾ ചെലവഴിച്ചോളൂ. അപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് നബിയോട് പറയുകയാണ്, ഖുൽതു അർറുബ്, ഞാൻ എന്റെ സമയത്തിൽ നിന്നും 1/4 സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കാൻ നബിയെ. അപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശിഅത വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എത്രയും ആവാം. വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾ അധികരിപ്പിച്ചാൽ, അതിനേക്കാൾ അധികം സമയം നിങ്ങൾ സ്വലാത്തിന് വേണ്ടി നീക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. ഖാല, അപ്പോ മഹാനവർകൾ പറഞ്ഞു, സുലുസൈനി, ഞാൻ 3/2 ഭാഗം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാം. ഖാല മാ ശിഅത, അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ചത്ര ചെയ്തോളൂ. വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ നിങ്ങൾ അധികരിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, എന്റെ മുഴുവൻ സലാത്തും, എന്റെ മുഴുവൻ സമയവും ഞാൻ സലാത്തിന് വേണ്ടി ഞാൻ നീക്കി വെക്കും നബിയെ എന്ന് അവിടെ നബിയോട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫിനി ഹമ്മക, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹമ്മ്, നിങ്ങളുടെ ടെൻഷൻ നീങ്ങും. വയഗ്ഫറു ലക ദംബുക, നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടും, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വളരെ മഹത്വമായ കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, തഫ്രീജുൽ ഹുമൂം, സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തഫ്രീജുൽ ഹുമൂം, ടെൻഷനുകളൊക്കെ പോകും. മഗ്ഫിറത്തു ദുനൂബ്, ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. റാഹത്തു സുദ്ർ, മനുഷ്യന്റെ മനസ്സിനൊരു സന്തോഷവും റാഹത്തുണ്ടാകും. വരിസ്ഖു ബി അൻവാഇ, അതുപോലെ തന്നെ റിസ്ഖ്, അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ധാരാളമായി ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ സ്വലാത്ത് വളരെ മഹത്വമുള്ള പുണ്യമുള്ള ഒരു ഇബാദത്ത് തന്നെയാണ്. അഖറബുക്കും മിന്നി മജ്ലിസൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഖറബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ നിന്നും എന്നോട് കൂടുതൽ ചേർന്നിരിക്കുന്ന ആള് അക്സറുക്കും അലയ്യ സ്വലാത്ത, എന്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. നിങ്ങളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആള് നാളെ ഖിയാമത്ത് നാളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി.
അപ്പൊ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള ഒരു ഇബാദത്താണ്. പ്രത്യേകിച്ചും റമളാൻ ഷരീഫിന് മുമ്പ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിട്ട് അതേപോലെ തന്നെ ഖുർആൻ ഓതുന്ന മാസം കൂടിയാണ്. ഖുർആൻ ധാരാളമായി ഓതിത്തുടങ്ങേണ്ട മാസമാണ് ശഅബാൻ മാസം. അങ്ങനെ ശഅബാൻ മാസത്തിന് ഒരുപാട് പവിത്രതകളുണ്ട്. ഇവിടെ നമ്മൾ 1-2 പവിത്രതകൾ മാത്രമാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സന്തോഷിപ്പിച്ചു. നബിക്ക് ഉദ്ദേശിച്ച, നബി ആഗ്രഹിച്ച മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് ഖിബിലയെ മാറ്റിയതായിട്ട് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. അത് അല്ലാഹു തആല നബിയെ സന്തോഷിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ നബിക്ക് വലിയൊരു ആദരവ് കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല നബിയെ സന്തോഷിപ്പിച്ച പരിശുദ്ധമായ ശഅബാൻ മാസം. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. ആ ഒരു മാസത്തിൽ നമ്മൾ നബിയെ സന്തോഷിപ്പിക്കൽ നമ്മുടെ കടമയാണ്. സ്വലാത്ത് ചൊല്ലിയിട്ടും സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടും തിരുനബിയെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സന്തോഷവും സ്നേഹവും നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തില് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒക്കെ സ്നേഹവും പൊരുത്തവും ഒക്കെ സമ്പാദിച്ച ഭാഗ്യശാലികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.